Theorem 5.9. Let T be a linear operator on a finite dimensional vector space V such that the characteristic polynomial of T splits. Let lambda 1, lambda 2, etc. lambda k be distinct eigenvalues of T. Then A. T is diagonalizable if and only if the multiplicity of lambda I is equal to dimension of E lambda I for all I. B. If T is diagonalizable and beta I is an ordered basis for E lambda I for each I, then beta equal to beta 1 union beta 2 union etc. union beta k is an ordered basis for V consisting of eigenvectors of T. So, our statement T be a linear operator, that is vector space V il നിന്ന് V ലേക്കുള്ള linear transformation ആണ് T. V is a finite dimensional vector space and the characteristic polynomial of T splits. Characteristic polynomial നമുക്ക് split ചെയ്യാൻ പറ്റും. That means f of t ആണ് characteristic polynomial എങ്കിൽ നമുക്ക് f of t equal to some c into t minus a1 into t minus a2 into etc. t minus an എന്ന് represent ചെയ്യാൻ പറ്റും. f of t split ചെയ്യാൻ പറ്റുമെന്നാണ് മീൻ ചെയ്യുന്നത്. f ആണ് നമ്മുടെ characteristic polynomial എങ്കിൽ f of t equal to t minus a1 into t minus a2 into etc. t minus an. ആ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാംഡ 1, ലാംഡ 2 എക്സെട്ര ലാംഡ കെ ബി ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ഓഫ് ടി. അപ്പോൾ കെ ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ആണുള്ളത്. ദെൻ ഫസ്റ്റ് ടി ഈസ് ഡയഗണലൈസബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഇ ലാംഡ ഐ ഫോർ ഓൾ ഐ. ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡയഗണലൈസബിൾ ആണെങ്കിൽ ടി ഡയഗണലൈസബിൾ ആണെങ്കിൽ multiplicity of lambda I is equal to dimension of E lambda I. ലാംഡയുടെ മൾട്ടിപ്ലിസിറ്റി ഓൾജിബ്രാക് മൾട്ടിപ്ലിസിറ്റി, അതായത് ലാംഡ I എത്ര പ്രാവശ്യം റൂട്ടായിട്ട് വരുന്നു അതാണ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ലാംഡ I. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് E lambda I. ക്യാരക്ടറിസ്റ്റിക് സ്പേസ് ഈ ലാംഡയുടെ ഡയമെൻഷനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ടി ഡയഗണലൈസബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദെൻ സെക്കൻഡ് പാർട്ട് if T is diagonalizable and beta is an ordered basis for E lambda I, then beta equal to beta 1 union beta 2 union etc. beta k is an ordered basis for V consisting of eigenvectors of T. T diagonalizable ആണെങ്കിൽ ഈ ലാംഡയുടെ ബേസിസുകളുടെ യൂണിയൻ എടുത്താൽ that form a basis for V. ഇത് രണ്ടുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഫോർ each I let multiplicity of lambda I be mi. ലാംഡയുടെ മൾട്ടിപ്ലിസിറ്റി നമുക്ക് എം ഐ എന്ന് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ഡി ഐ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഈ ലാംഡ. ഈ ലാംഡയുടെ ഡയമെൻഷൻ നമുക്ക് ഡി ഐ എന്ന് ഡിനോട്ട് ചെയ്യാം. ആൻഡ് എൻ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി. ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു എൻ നൊട്ടേഷൻസ് നമ്മൾ കൊടുക്കുന്നു. സപ്പോസ് ടി ഈസ് ഡയഗണലൈസബിൾ. ടി ഡയഗണലൈസബിൾ ആണ് എന്ന് അസ്യൂം ചെയ്യും. നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമുക്ക് വേണ്ടത് ടി ഡയഗണലൈസബിൾ ആണെന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി ഡയഗണലൈസബിൾ ആണെങ്കിൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് ലാംഡ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഈ ലാംഡ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടി ഡയഗണലൈസബിൾ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. സോ ടി ഡയഗണലൈസബിൾ ആണെങ്കിൽ നമുക്ക് അറിയാം ഒരു ബേസിസ് വെക്ടർ സ്പേസ് വിക്ക് ഒരു ബേസിസ് എക്സിസ്റ്റ് ചെയ്യും. ആ ബേസിസിലെ മെമ്പേഴ്സ് എല്ലാം ഐഗൺ വെക്ടേഴ്സ് ആയിരിക്കും. സോ നമുക്ക് ആ ബേസിസിന് ബീറ്റ എന്ന് എടുക്കാം. ലെറ്റ് ബീറ്റ ബി എ ബേസിസ് ഫോർ വി കൺസിസ്റ്റിംഗ് ഓഫ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് ടി. ടി ഡയഗണലൈസബിൾ ആണ് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. സോ ദർ ഇസ് എ ബേസിസ് ബീറ്റ for V consisting of eigenvectors of T. So നമ്മൾ വെക്ടർ സ്പേസ് വിയുടെ ഡയമെൻഷൻ എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബീറ്റയിൽ n നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ബീറ്റയിൽ n എലമെൻറ്റ്സ് ഉണ്ട്. നൗ ബീറ്റ ഐ ഈക്വൽ ടു ബീറ്റ ഇൻ്റർസെക്ഷൻ ഈ ലാംഡ ഐ. നമ്മൾ പറഞ്ഞു ഇവിടെ ബീറ്റയിലെ മെമ്പേഴ്സിൽ ഐഗൺ വെക്ടേഴ്സ് ആണ്. സോ ഐഗൺ വെക്ടേഴ്സ് ആണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഐഗൺ സ്പേസിലുണ്ടാവും. അപ്പം ബീറ്റയിലെ മെമ്പേഴ്സ് എല്ലാം ഏതെങ്കിലും ഒരു ഈ ലാംഡയിലെ മെമ്പർ ആയിരിക്കും. അപ്പം നമ്മൾ ബീറ്റയിലെ ഈ ലാംഡ 1 മെമ്പറിനെ ബീറ്റ 1 എന്നെടുക്കുന്നു. അതുപോലെ ബീറ്റയിലുള്ള ഈ ലാംഡ 2 എലമെൻറ്റിനെ ബീറ്റ 2 മെമ്പറാണെന്ന് എടുക്കുന്നു. ആ രീതിയിൽ ബീറ്റയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ബീറ്റയിൽ n എലമെൻ്റ് ഉണ്ട്. ബീറ്റയിലെ എലമെൻറ്റ്സ് ഐഗൺ വെക്ടേഴ്സ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഐഗൺ സ്പേസിലെ മെമ്പർ ആയിരിക്കും. അപ്പോൾ അത് ഈ ലാംഡ 1 ബീറ്റയിലെ മെമ്പേഴ്സിനെ ബീറ്റ 1 എടുക്കുന്നു. ഈ ലാംഡ 2 ബീറ്റയിലെ മെമ്പേഴ്സിനെ ബീറ്റ 2 എടുക്കുന്നു എക്സെട്ര. ഈ ലാംഡ കെയിൽ വരുന്ന ബീറ്റയിലെ മെമ്പേഴ്സിനെ
നമ്മൾ ബീറ്റ കെ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് β1 യൂണിയൻ β2 യൂണിയൻ എക്സെട്ര യൂണിയൻ ബീറ്റ കെ ആണ്. ടോട്ടൽ n എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് n1. ഇപ്പോൾ β1 n1 എലമെൻറ്റ്സും β2 n2 എലമെൻറ്റ്സ് എക്സെട്ര ബീറ്റ കെയിൽ nk എലമെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ n1 + n2 + എക്സെട്ര nk എടുത്താൽ ടോട്ടൽ n എലമെൻറ്റ്സ് കിട്ടും. ഓക്കെ, നൗ ഇപ്പോൾ നമ്മുടെ അസംഷൻ വെച്ചിട്ട് ഈ ലാംഡയിൽ അതിൻ്റെ ഡയമെൻഷൻ d1 ആണ്, ഈ ലാംഡ2ൻ്റെ ഡയമെൻഷൻ d2 ആണ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ലാംഡ2 ഡയമെൻഷൻ d2 ആണ്. അതായത് അതിൻ്റെ ബേസിസിൽ d1 എലമെൻറ്റ്സ്, ഇവിടെ d2 എലമെൻറ്റ്സ് എക്സെട്ര d2 എലമെൻറ്റ്സ്. റെഡി ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നൗ ni always less than or equal to di ആയിരിക്കും. കാരണം ni എന്ന് പറയുന്നത് ഈ ലാംഡയിലുള്ള ബീറ്റയിലുമുള്ള രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സിൻ്റെ എന്നാണ്. n1 എലമെൻറ്റ്സ് ആണ് ഈ ലാംഡ1ലും ബീറ്റയിലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഈ n1 എന്ന് പറയുന്നത് ബീറ്റയിൽ മെമ്പർ ആയതുകൊണ്ട് ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സാണ്. ഈ n1 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവിടെ ഈ ലാംഡയിൽ മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരാവുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് d1 ആണ്. അതിൻ്റെ ബേസിസിൽ വരുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ d1 നമ്പേഴ്സാണ് മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നത്. ഈ ലാംഡയിലെ മെമ്പേഴ്സ് തന്നെയാണ് ഈ n1 മെമ്പേഴ്സ്. അപ്പോൾ അതിൽ n1 ഇൻഡിപെൻഡൻ്റ് ആണ്, മാക്സിമം ഇൻഡിപെൻഡൻ്റ് വരാവുന്ന d1, അതായത് n1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു d1 ആയിരിക്കും. ജനറൽ നമ്മുടെ ni ലെസ് ദാൻ ഓർ ഈക്വൽ ടു di. Again, this di is less than or equal to mi ആയിരിക്കും. di എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ഈ ലാംഡായി, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mi. mi is algebraic multiplicity of lambda. നമ്മൾ തിയറി പഠിച്ചിരുന്നു, തിയറം 5.7. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഈ ലാംഡായി ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. m is the algebraic multiplicity. Geometric multiplicity less than or equal to algebraic multiplicity. So we have to say di less than or equal to mi. Again, sigma ni equal to sum n1 plus n2 plus extra nk equal to n. Sigma ni equal to n. Sigma mi equal to അതായത് algebraic multiplicity of the sum. Algebraic multiplicity എന്ന് പറഞ്ഞാൽ ഐഗൺ വാല്യൂസിൻ്റെ എണ്ണം. ലാംഡ1 m1 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു, ലാംഡ2 m2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഐഗൺ വാല്യൂസിൻ്റെ എണ്ണം. ടോട്ടൽ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സോൾവ് ചെയ്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ nth ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ അവിടെ n റൂട്ട്സ് കാണും. ടോട്ടൽ algebraic multiplicity ഫുൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി ആയിരിക്കും. ഇത് ബി എന്ന് പറയുന്ന n ഡയമെൻഷൻ വെക്ടർ സ്പേസാണ്. n ഡയമെൻഷൻ വെക്ടർ സ്പേസിലെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണുമ്പോൾ n ആയിരിക്കും അതിൻ്റെ ഡിഗ്രി. സോ സിഗ്മ mi എന്ന് പറയുന്ന n ആയിരിക്കും. Now, so നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. സോ n equal to sigma ni, sigma I equal to 1 to k ni. Then that is less than or equal to sigma di, sigma I equal to 1 to k di. Then that is less than or equal to di less than or equal to mi ആണ്. So this one is less than or equal to sigma I equal to 1 to k mi. Then sigma mi equal to n. So this one equal to n. So n equal to this solve equal to again n. That means these are equal. So we have to say sigma I equal to 1 to k di, these two are equal, or sigma I equal to 1 to k mi equal to sigma I equal to 1 to k di, which implies sigma I equal to 1 to k mi minus di. This sum difference that is equal to 0. Then mi is greater than or equal to di. So ഈ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. mi minus di ഏറ്റവും മിനിമം വാല്യൂ വരാവുന്ന 0 ആണ്. So this always positive or 0. So
പോസിറ്റീവ് ടേംസിൻ്റെ സം 0 ആവണമെങ്കിൽ ഓരോ ടേമും 0 ആവണം. വിച്ച് ഇംപ്ലൈസ് mi മൈനസ് ഡി ഐ ഈക്വൽ ടു 0. വിച്ച് ഇംപ്ലൈസ് mi ഈക്വൽ ടു ഡി ഐ. mi is the algebraic multiplicity of lambda I, di is the dimension of E lambda I. So we get mi equal to di, അതായത് algebraic multiplicity equal to geometric multiplicity, or multiplicity of lambda is equal to dimension of E lambda I. The first part okay. Now converse part. Conversely, we assume that multiplicity of lambda I is equal to dimension of E lambda I. So multiplicity of lambda I, that is mi equal to di. Conversely, we assume that mi equal to di. And we want to prove that T is diagonalizable. T diagonalizable ആണ് പ്രൂവ് ചെയ്യണം. ഇതും in the second part നമുക്ക് ഒരുമിച്ച് പ്രൂവ് ചെയ്യാം. Second part, if T is diagonalizable and beta is an ordered basis for E lambda I for each I, then beta equal to beta 1 union beta 2 union etc. beta k is an ordered basis for B consisting of eigenvectors of T. So ഇതിനെ നമുക്ക് ഒരുമിച്ച് പ്രൂവ് ചെയ്യാം. അതായത് ഇവിടെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഡയഗണലൈസബിൾ ആണെങ്കിൽ ഈ ലാംഡായുടെ ബേസിസുകളുടെ യൂണിയൻ എടുത്താൽ നമുക്ക് വെക്ടർ സ്പേസ് വിക്ക് ഒരു ബേസിസ് ഫോം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്നു multiplicity of lambda is equal to dimension of E lambda I. Okay, mi equal to di. We want to prove that T is diagonalizable. Now, for all I. Now, beta is a basis for beta I. Basis for E lambda I. And consider beta equal to beta 1 union beta 2 union etc. union beta k. അതായത് ഈ ലാംഡായുടെ ബേസിസുകളുടെ യൂണിയൻ കൺസിഡർ ചെയ്യുക. നമ്മൾ തിയറം പ്രീവിയസ് തിയറം ദാറ്റ് ഈസ് തിയറം 5.8 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ലാംഡായുടെ ലീനിയറിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സബ്സെറ്റുകൾ എടുത്താൽ അതിൻ്റെ എല്ലാം യൂണിയൻ വിയിലും ലീനിയറിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബേസിസ് എന്ന് പറയുന്നത് ലീനിയറിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഈ ലാംഡ 1 ലീനിയറിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സബ്സെറ്റാണ് ബീറ്റ 1. അതായത് ഈ ലാംഡ 2 ലീനിയറിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സബ്സെറ്റാണ് ബീറ്റ 2. ദാറ്റ് വേ. സോ ഇതിൻ്റെ യൂണിയൻ എടുത്താൽ ദിസ് ബീറ്റ ദിസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഇൻ ബി, ബിയിലെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇതിൽ ഇത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. ബീറ്റ ഐയിൽ ഡി ഐ എലമെൻറ്റ്സ് ആണുള്ളത്. സോ ഇതിൽ ടോട്ടൽ വരുന്നത് സിഗ്മ ഡി ഐ, ഇത്രയും നമ്പേഴ്സ് ആയിരിക്കും ബീറ്റയിൽ വരിക. ബീറ്റയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സിഗ്മ ഡി ഐ. Sigma I equal to 1 to k di. That is equal to sigma I equal to 1 to k di equal to mi. Again sigma I equal to 1 to k mi is equal to നമ്മൾ പറഞ്ഞാണ് algebraic multiplicityയുടെ സം എന്ന് പറയുന്നത് n ആണ്. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി, അതായത് നമ്മുടെ വെക്ടർ സ്പേസ് ബിയുടെ ഡിഗ്രി ഡയമെൻഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു n. സോ ഈ ബീറ്റയിൽ n എലമെൻറ്റ്സ് ഉണ്ട്. n എലമെൻറ്റ്സ് നോക്കുക, ഇത് വെക്ടർ സ്പേസ് ബി n ഡയമെൻഷനിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരു n ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് എടുത്താൽ, ഒരു n ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ n എലമെൻറ്റ്സിലുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് എടുത്താൽ ദാറ്റ് ഫോം എ ബേസിസ് ഫോർ ബി. സോ ബിക്ക് ഒരു ബേസിസ് കിട്ടും ബീറ്റ. അതിലെ മെമ്പേഴ്സ് എല്ലാം ഐഗൺ വെക്ടേഴ്സാണ്, ഈ ലാംഡായിലെ മെമ്പേഴ്സാണ്. സോ നമുക്ക് പറയാം ടി ഈസ് ഡയഗണലൈസബിൾ. വെക്ടർ സ്പേസ് ബിക്ക് ഐഗൺ വെക്ടേഴ്സ് എലമെൻറ്റ്സ് ആയിട്ടുള്ള ഒരു ബേസിസ് ഫോം ചെയ്യാൻ പറ്റി. സോ ടി ഈസ് ഡയഗണലൈസബിൾ. സോ നമ്മുടെ തിയറത്തിൻ്റെ സെക്കൻഡ് പാർട്ടുമായി ബീറ്റ 1 യൂണിയൻ ബീറ്റ 2 യൂണിയൻ എക്സെട്ര ബീറ്റ കെ ദാറ്റ് ഫോം എ ബേസിസ് ഫോർ ബി എന്നായിരുന്നു സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ.